ഈ മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയുടെ പേരെന്താ? അമ്മ എന്നാണ് കേട്ടിട്ടുള്ളത്, അങ്ങനല്ലേ? അമ്മ എന്നാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ അമ്മയുടെ പ്രസിഡന്റ് സിദ്ദിഖ് നമുക്കൊക്കെ ഏറ്റവും ബഹുമാനവും ഇഷ്ടമുള്ള നടനാണ്. നല്ല നിലപാടുകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 ദിവസത്തെ മാധ്യമങ്ങളോട് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടാൽ ഇതിൻ്റെ പേര് അമ്മായിയമ്മ എന്നാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. നമുക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു, എന്താണ് പറയാനുള്ളത് എന്ന് മാധ്യമങ്ങൾ തലേ ദിവസം സിദ്ദിഖിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളൊരു ഷോ നടത്താൻ പോകുന്നു, ആ ഷോയുടെ തിരക്കിലാണുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല, വയനാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഷോ എന്ന് ഓർമ്മിപ്പിക്കാൻ സിദ്ദിഖ് മറക്കുന്നില്ല. ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. പ്രതീക്ഷിച്ചതുപോലെ കേട്ടുകേൾവിയുള്ള ഇക്കിളിക്കഥകളുടെ ഒരു മഹാകൂമ്പാരം. ഇക്കിളിക്കഥകളെന്ന് പേര് വിളിക്കാൻ വല്ലത് പലരുടെയും കണ്ണീരാണ്, നെടുവീർപ്പാണ് ഇക്കിളിക്കഥകളെന്നൊക്കെ പറയുമെങ്കിലും അപ്പോഴും അമ്മയുടെ പ്രസിഡന്റ് പറയുന്നു ഞാനിത് പഠിച്ചിട്ടില്ല, ഞാനിത് പഠിക്കട്ടെ, പഠിക്കാതെ നിലപാട് അത് ഞാൻ അംഗീകരിക്കുന്നു, പഠിക്കാതെ ഇത് പറയാൻ പറ്റില്ല. അപ്പോഴും അദ്ദേഹം പറയുന്നു ഞങ്ങളൊരു ഷോയുടെ തിരക്കിലാണ്. എന്താണ് സാറേ ഷോ? അമ്മ എന്ന് പറയുമ്പോൾ അമ്മ ആ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ A.M.M.A എന്ന് പറയേണ്ടിയിരിക്കുന്നു. AMMA അങ്ങനെ വിളിക്കുന്ന ആളുകളുമുണ്ട്. അല്ലാതെ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ പ്രസിഡന്റ് അല്ല സെക്രട്ടറി, ഞാൻ നേരെ പറഞ്ഞ തെറ്റുപോയി, ജനറൽ സെക്രട്ടറി സംസാരിക്കാൻ, പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സംസാരിക്കാൻ. കാരണം ഈ അമ്മയുടെ മക്കൾ ഈ ആൺ മേൽക്കോയ്മ ഉന്നയിക്കുന്നവരും ഇവർക്ക് ഈ പുരുഷ കേസരിമാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ചുരുക്കം ചില പെൺ നടിമാരും മാത്രമല്ല. അമ്മയുടെ മക്കളെന്ന് പറയുന്നത് ഈ 2 വിഭാഗങ്ങളും കൂടി ചേരുന്നതാണ്. ഇതേതാണ്ട് ചിറ്റമ്മ നയമെന്നും വിളിക്കാൻ പറ്റില്ല, ചില വെടക്ക അമ്മായിയമ്മ നയമാണ് ഇവർ എടുക്കുന്നത്. കാരണം ആ അമ്മയിൽ ഉൾപ്പെട്ട താരങ്ങളാണ് ഈ പോയി മൊഴി കൊടുത്തിരിക്കുന്നത്. അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് 4.5 വർഷം ആർക്കൊക്കെയോ വേണ്ടി പൂഴ്ത്തിവെച്ചിരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ അതിൻ്റെ കുറച്ചു ഭാഗങ്ങൾ, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി അറ്റം താഴോട്ട് കിടക്കുക. അപ്പോൾ ഇത് നിലപാട് ചോദിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായൊരു നിലപാട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ടാകണം. അല്ലാതെ വയനാടിൻ്റെ പേരിൽ കൂത്താട്ടം നടത്താൻ പോകുന്ന ഷോയുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. ഈ പറയപ്പെടുന്ന അമ്മയിലെ അംഗങ്ങളായിരിക്കുന്ന സിനിമാ താരങ്ങൾക്ക് ഒരു ഷോ നടത്തിയിട്ട് വേണമോ വയനാടിനെ സഹായിക്കാൻ? അല്ല, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംഘടനയാണ്. നമുക്ക് എപ്പോഴെങ്കിലും സ്ത്രീകൾക്ക് അതിൽ നിന്ന് ന്യായം കിട്ടും, നീതി കിട്ടുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് തെറ്റിയത്. എപ്പോഴും അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന പുരുഷ മേധാവിത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ WCC എന്ന് പറയുന്ന ഒരു സംഘടന പോലും പിറക്കേണ്ടി വന്നത്. അപ്പോൾ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവർ നടപ്പാക്കുന്നു, അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് വേണമെങ്കിൽ പരാതിയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്നത് ഈ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പറയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് പറയണ്ടേ. അപ്പോൾ ഇദ്ദേഹത്തിന് മാന്യമായി പറയാം, ശരിയാണ്, എനിക്കിതിനെക്കുറിച്ച് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, ഞാനിതൊന്ന് പഠിച്ചതിന് ശേഷം പറയാം. പക്ഷേ പഠിച്ചതിന് ശേഷം പറയാം എന്നതിനേക്കാൾ അപ്പുറത്തെ പ്രാധാന്യമാണ് ഞങ്ങൾ ഒരു ഷോ സംഘടിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഷോ സംഘടിപ്പിക്കുക മാത്രമാണോ? ഇവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? നമ്മൾ എത്രയോ പേര് പൈസ കൊടുത്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഒരു റെസ്പോൺസിബിലിറ്റി ഇവർക്ക് തിരിച്ചുണ്ടാവണമല്ലോ. അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ഈ റിപ്പോർട്ടിൽ വളരെ അടപടലം സ്ത്രീ വിരുദ്ധതയാണുള്ളത്. അപ്പോൾ ഈ സ്ത്രീ വിരുദ്ധത ഇങ്ങനെയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് കേട്ടു. റിപ്പോർട്ടിലല്ല, സ്ത്രീ വിരുദ്ധതയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ കേട്ടു, അതിൻ്റെ വ്യക്തത എനിക്കില്ല എന്ന രീതിയിൽ പറയാം. പക്ഷേ അവിടെയല്ല, നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട്, വയനാടെന്ന് പറയുന്നത് ഭയങ്കര വികാരമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഡൈവേർട്ട് ചെയ്തിട്ടൊരു വിഷയത്തെ അങ്ങ് മാറ്റുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഇത്ര നിരുത്തരവാദപരമായ ഒരു തീരുമാനമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. എന്ന് മാത്രമല്ല, അമ്മയുടെ മക്കളാണ് ഈ പറയപ്പെടുന്ന മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾ ചെറിയ താരങ്ങളാണ്. അമ്മയിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ 2 ലക്ഷമോ അങ്ങനെ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും മെമ്പർഷിപ്പ് അവിടെ കിട്ടത്തില്ല. ഇനി ഏറ്റവും കുറച്ച് മെമ്പർഷിപ്പ് ഫീസ് 2 ലക്ഷം രൂപയാണ്. അത് അവരെന്തോ അവരുടെ സംഘടനയുടെ രീതിയിൽ വെച്ച് അവർ വാങ്ങിക്കോട്ടെ. ഇത് താരങ്ങളാണല്ലോ, ഇച്ചിരി ഗ്ലാമർ ഉള്ളവർ മാത്രം മതി. അല്ലാതെ 10 സിനിമയിൽ അഭിനയിച്ച് മുഷിഞ്ഞ സാരിയൊക്കെ കൊടുത്ത് നടക്കുന്ന ചെറിയ ആളുകളെ ഒന്നും അവർക്ക് ആവശ്യമില്ല എന്നുള്ളതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേങ്കിൽ ഇന്നലത്തെ ഈ പറയപ്പെടുന്ന സിദ്ദിഖിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമായി പോയി എന്ന നിലപാടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സിനിമാ ലോകത്ത് ജോലി അവസരങ്ങൾ നഷ്ടപ്പെടുന്ന പലരും പിന്നീട് പോകുന്നത് എങ്ങോട്ടാണ്? സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക്. അവിടെയും പ്രശ്നമുണ്ട്, അവർക്കും അവിടെ സംഘടനയുണ്ട്. അതിൻ്റെ പേര് ആത്മ എന്നാണ്. ആത്മയുടെ തലപ്പത്തിരിക്കുന്ന ആളാരാ? ആത്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾ നമ്മുടെ മറ്റൊരു സിനിമാ താരവും കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും പ്രമുഖ മന്ത്രിയുമായിട്ടുള്ള ഒരാളാണ് ആത്മയുടെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേട്ടനും അനിയനുമാണ്. അപ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് തഴയപ്പെടുന്ന ആളുകൾ സീരിയലിലേക്ക് പോകണമെന്ന് വെച്ചാൽ അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സംഘടനകൾ അവർക്ക് വലിയ
ഹോട്ടലുകൾ ഇപ്പോൾ അവർക്ക് സ്വന്തമായി ആസ്ഥാനമായി വലിയ താരപ്രഭയോടുകൂടി കമ്മിറ്റികൾ കൂടുന്നു, അവരവിടെ വന്നിട്ട് ആഘോഷിക്കുന്നു, നല്ല ഫുഡ് അടിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയുടെ മീറ്റിങ്ങിന് കാറ്ററിംഗ് ചെയ്ത കമ്പനികളുടെ പ്രൊമോഷൻ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? പല ഓൺലൈൻ ചാനലുകാർ അമ്മയുടെ കമ്മിറ്റികൾ മീറ്റിങ്ങുകൾ ഇവന്റായിട്ട് ഏറ്റെടുക്കുക, അതിന്റെ ടെലികാസ്റ്റിംഗ്, എന്നിട്ട് അവിടെയൊക്കെ നടന്നിട്ട് ഇവർ ബൈറ്റൊക്കെ എടുത്തിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ്. താരപ്രഭയിലാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. താരപ്രഭയ്ക്ക് വേണ്ടി ആയിരിക്കരുത് സംഘടന ഉണ്ടാവേണ്ടത്. അവിടുത്തെ ഓരോ ആളുകളുടെയും അമ്മയുടെ മക്കൾ, ആ പറയപ്പെടുന്ന അമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാവിൻ്റെ അമ്മ സ്നേഹമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മക്കളെല്ലാം ഒരുപോലെ കാണാൻ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു സംഘടനയായിരിക്കണം. വലിയ ഷോകൾ സംഘടിപ്പിച്ച് പണം സമ്പാദിപ്പിച്ച് വയനാടിന് കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മാത്രം 3 കോടി രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അവരവർ കഴിയുന്ന എല്ലാ താരങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ താരങ്ങളിൽ നിന്ന് പിരിവെടുത്താൽ മതി. അമ്മയുടെ പേരിൽ പിരിവെടുത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഷോ നടത്തിക്കോ, അതൊക്കെ നല്ല കാര്യം തന്നെ. വയനാട്ടിൽ വേണ്ടിയിട്ട് ഷോ നടത്തുക എന്ന് പറയുമ്പോൾ വയനാട്ടിൽ മണ്ണിനടിയിൽ ഇനിയും 100 പേരെ കിട്ടാൻ കിടക്കുമ്പോൾ അതിൻ്റെ കണ്ണീരിൻ്റെ ഭാഗമായി അവിടെ പോയിട്ട് മമ്മദരാസ പാടാൻ പോവല്ലേ? അല്ലാതെ അവിടെ ചെന്നിട്ട് സംഘടന പാട്ടുകളൊന്നും പാടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പാട്ടുകൾ ഏതാണെന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ആ പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല. അവിടെ പോയി ഈ പറയുന്നത് മമ്മദരാസയും നാക്കുമുക്കയും ഒക്കെ പാടി പൈസ ഉണ്ടാക്കിയിട്ട് വേണം വയനാടിനെ കൊടുക്കാൻ. അപ്പോൾ ഇതൊന്നുമല്ല. ഇവർക്ക് വേണ്ടുന്നത് ആഘോഷങ്ങളാണ്. ബാക്കിയെല്ലാം ഇവരുടെ പൂങ്കണ്ണീർ മാത്രമാണ്. പിന്നെ ഒരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 24 ചർച്ചയിൽ ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന പാനലിസ്റ്റ് സംവിധായകനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു 15 അംഗ ഗൂഢസംഘത്തെ പറ്റി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഗൂഢസംഘം തന്നെ 4.5 വർഷം കൊണ്ട് പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന്, സർക്കാർ സംവിധാനത്തിൽ നിന്ന് ചൂണ്ടിയെടുത്ത് അത് എന്തൊക്കെയാണ് വരേണ്ടത്, എന്തൊക്കെയാണ് പുറത്ത് വരേണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമില്ല. കാരണം 15 അംഗ ഒരു ടീമാണ് ഇത് നിയന്ത്രിക്കുന്നതെങ്കിൽ അവർക്കൊരു വലിയ റോളില്ലേ? അതല്ലേ ഒരു മാഫിയ എന്ന് നമ്മൾ പറയേണ്ടത്? കൃത്യമായി ഈ മാഫിയയുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഇത് ആലോചിക്കേണ്ടത്? നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ച് 1 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും 4-5 വർഷം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് മേൽ അടയിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ പറയുന്ന 15 അംഗ ടീമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ടീമുണ്ടെങ്കിൽ, അവർ പുരുഷ കേന്ദ്രീകൃതമായി ഇവർ ഒരു വലിയ ഗൂഢാലോചന അവിടെ നടത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പുരുഷ കേസരിമാരുടെ മുഖത്ത് പോലും ഒരു ഭയത്തിന്റെ നിഴലിപ്പ് പോലും ഇല്ലാതെ ഇവർ പിടിച്ചു നിന്നതിന്റെ കാര്യം ഒരാളായില്ല, പല ആളുകൾ ആരൊക്കെയോട്ടെ, ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാര്യം ഈ റിപ്പോർട്ട് ഇവർ വായിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ എന്താണ് വരാൻ പോകുന്നത് കൃത്യമായ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പുറത്തു വരാൻ പോകുന്നത് എന്താണ്, ഇവർ ആരുടെയും പേരുകൾ ഉണ്ടാകില്ല. നോക്കൂ, സിനിമാ ഇൻഡസ്ട്രിയിൽപ്പെട്ട കുറേ പേരെ പറ്റി പറയാണ്. അവനെയാകാം, ലവനെയാകാം, ഇവളെയാകാം, ആരെ പറ്റിയും ആകാം. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ ഹാഷ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഈ താരങ്ങൾക്കുള്ളത്? അവർ സിനിമയിൽ അഭിനയിക്കുന്നു, കുറേ പേർ പോയി സിനിമ കാണുന്നു, നമ്മളെപ്പോലുള്ള കുറേ പേര് പോയി സിനിമ കാണുന്നു, ആ കലയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ ഇവർ ലക്ഷറിയസ് ജീവിതം നയിക്കുന്നു. ഇവർ കാണിച്ചു കൂട്ടുന്ന സകല ഭോഗ്യതരങ്ങളും ഓൺലൈൻ ചാനലുകളിലൂടെ നമ്മുടെ അടക്കമുള്ള ചാനലുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരടക്കം അല്ലേ പുറത്തു വിട്ടത്? അതേപോലെ ഇവരുടെയൊക്കെ പേരുകൾ എന്താ പുറത്തു വിടാത്ത? അതാണ് വേണ്ടത്. ഇവരുടെ പേരുകൾ പുറത്തു വിടുന്നത്. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഴിമതി എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന ആരോപണം ഉന്നയിച്ചു, ഒരു സ്ത്രീ പറയാണ് എനിക്കെതിരെ ഈ പ്രവർത്തിച്ച ഇന്നയാളാണ്, ഇന്ന നടനാണ്, ഇന്ന സംവിധായകനാണെന്ന് തുറന്നു പറഞ്ഞാൽ ആ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെടണ്ടേ? അല്ല, തുറന്നു പറയണം, അത് വിചാരണ ചെയ്യപ്പെടണം, അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണം. അതെ, അതാണ് വേണ്ടത്. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് മാറ്റിവെക്ക്. തീയില്ലാതെ പുകയുണ്ടാവില്ല. ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടി കേസിൽ നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ കുറേ ആരോപണം. അവസാനം ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ആ അത്രയും ദീർഘദർശിയായ ഈ നാടിന്റെ വികസനത്തിനൊപ്പം നിന്ന ജനകീയനായ ഒരു നേതാവിന്റെ പേര് പുറത്തു വിടാമെങ്കിൽ ഈ സിനിമാ താരങ്ങളുടെ പേര് വിട്ടു. ആ ഉമ്മൻചാണ്ടിയെക്കാട്ടി വലുതൊന്നും അല്ലല്ലോ ഈ നാടിന് വേണ്ടി ഈ താരങ്ങൾ ചെയ്ത കാര്യങ്ങൾ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ താരങ്ങളുടെ പണം അല്ലെങ്കിൽ പത്രാസ് ഇതൊക്കെ സർക്കാർ മാനിക്കുന്നുണ്ട്. ഈ സർക്കാർ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഒരു പരിധി വിട്ട് സഹായിക്കുന്നത്? സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും പറയുന്നത് ഈ ചില പരാമർശങ്ങൾ വ്യക്തികളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്തിനാണ് മന്ത്രി അങ്ങനെ പറയുന്നത്? പല താരങ്ങളുടെയും തീരുമാനങ്ങൾക്കും പല താരങ്ങളുടെയും സ്റ്റേറ്റ്മെന്റുകളും അനുസരിച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥികളുള്ള നാടാണ് കേരളം. താരങ്ങൾക്ക് പോയി മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ കണ്ടതാ ഈ പത്തനാപുരത്ത് ഗണേഷ് കുമാർ വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് മാറി മത്സരിച്ചപ്പോൾ ജഗദീഷ് കുമാർ, സിനിമാ താരമായ ജഗദീഷ് കുമാർ അവിടെ ഒന്ന് മത്സരിച്ചപ്പോൾ പരാജയ ഭീതിയിൽ സൂപ്പർ താരങ്ങളെ ഇറക്കി ക്യാമ്പയിൻ നടത്തിയില്ലേ അവിടെ? ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി പണ്ട് VS അച്യുതാനന്ദന് വേണ്ടിയിട്ടും മറ്റൊരു UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരേ സമയത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് MP ആയിട്ടിരിക്കുന്ന ആളെ പറ്റിയാണ് പറയുന്നത്. ഒരേ സമയത്ത് ഇവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ടില്ലേ? സിനിമാ താരങ്ങളെ ഇറക്കി എവിടെയൊക്കെ പ്രചരണം നടന്നു? രമേശ് പിഷാരടിയെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് UDF എല്ലായിടത്തും കൊണ്ടുപോകുന്നത് എന്താ?
ഇന്നസെന്റ് ഉണ്ടായിരുന്നിടത്തോളം കാലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്താ? KPCC എഴുതി വെച്ചിട്ട് പരസ്യം ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ഇതൊക്കെ തന്നെയാണ് ഈ സിനിമാ താരങ്ങൾക്ക് പണവും പവറും അവർക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 4.5 വർഷക്കാലം ഇത് പൂഴ്ത്തി വെച്ചത്. ഒരു UDF ഉണ്ടായിരുന്നത് എന്താ? അവർക്കും ആവശ്യമാണ് ഇവരെയൊക്കെ. അപ്പം കോൺഗ്രസ്സുകാരനായാലും BJP കാരനായാലും ഈ പറയപ്പെടുന്ന CPM കാരനായാലും അവർക്ക് ഇവരെ വേണം, പിണക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ അമ്മയുടെ തലപ്പത്തിരിക്കുന്നവരാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ സംഘടനയുടെ പേര് അമ്മ എന്നാണോ അമ്മായിയമ്മ എന്നാണോ? അമ്മയുടെ നയമല്ല നിങ്ങൾ കാണിക്കണേ. അമ്മയാണെങ്കിൽ മക്കളെല്ലാം ഒരേ കണ്ണി കാണും. അമ്മായിയമ്മയാണെങ്കിൽ മോനോട് ഇച്ചിരി സ്നേഹവും മരുമകളോട് ഇച്ചിരി പ്രശ്നവും കാണും. അത് തന്നെ ഇവിടെ കാണിക്കുന്നത്. ഈ പെണ്ണുങ്ങളെല്ലാം മരുമക്കളെ പോലെയാണ് ഇവർ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇത് മാറേണ്ടതുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ത് ലാഘവത്തോടെയാണെന്ന് പറയുന്നത്. ഇവിടെ സകല മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളം ഞെട്ടുന്നു. ഇവിടെ രാത്രി നടിമാർ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, വാതിൽ പൊളിഞ്ഞു പോകുമോ എന്നുള്ള പേടിയിൽ കസേര കൊണ്ടൊന്ന് ചേർത്ത് വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ളവരുടെ ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ ഷോ നടത്തുന്ന തിരക്കിലാണ്, എന്താ കൂത്താട്ടം നടത്താൻ പോകണം, അതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് പ്രതികരിക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം കൂടി മൈക്ക് നീട്ടിപ്പിടിച്ച് ഷൈൻ ടോം ചാക്കോയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന് സിനിമയില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതോ ഹോട്ടലിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ അറിയാം എന്തോ അടിച്ചിട്ടുണ്ട്, തോന്നലായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവസിയിലേക്ക് അദ്ദേഹം പുറത്തെങ്കിലും മൈക്ക് എടുത്ത് ചോദിക്കണം. അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹപ്രവർത്തക മറ്റൊരു സഹപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ എനിക്ക് ആ സഹപ്രവർത്തകയോടൊപ്പം നിൽക്കണം. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ സഹപ്രവർത്തകനോടൊപ്പം നിൽക്കണം. അതെന്താ കാര്യം? ആരോപണം ഉന്നയിച്ച് തെളിയിക്കുന്നത് വരെ അവൻ കുറ്റക്കാരനല്ല, ആരോപണ വിധേയൻ മാത്രമാണ്. ഷൈൻ ടോം ചാക്ക ഇത് പറഞ്ഞപ്പോൾ അയാളെ ചീത്ത വിളിക്കാനായിരുന്നു ആളുകൾ. ലഹരി ഉപയോഗത്തെ പറ്റി ചോദിക്കുന്നത്. അയാൾ തിരിച്ചുവയ്ക്കുന്നത് മദ്യവും സിഗരറ്റും ലഹരിയാണോ? അതെ, അതും ലഹരിയാണ്, എങ്കിൽ മറ്റ് ലഹരിയും ഉപയോഗിക്കാം എന്നൊരു നിലപാടാണ്. ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല എങ്കിൽ പോലും ലഹരി ഉപയോഗം സിനിമാ ഇൻഡസ്ട്രിയിൽ കൂടുന്നു എന്ന് പറയുമ്പോൾ ഈ മൊഴി കൊടുത്ത ആളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തായാലും ഈ പറയുന്ന മലയാള സിനിമയിൽ ഈ പുഴുക്കുത്തുകൾ വളരെ കൂടുതലുണ്ട്. ഈ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന അമ്മയുടെ ഭാരവാഹികൾ ഇത് തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പറഞ്ഞു. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഞങ്ങളിത് പഠിച്ചില്ല. ശരിയാണ്, പഠിക്കാൻ സമയം വേണം. പഠിച്ചതിന് ശേഷം ഇവർ തുറന്നു പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവർ ആർജവത്തോടെ ഇന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമുക്ക് ചിന്തിക്കാം. ഈ റിപ്പോർട്ട് പുറത്തു വന്ന അടുത്ത നിമിഷം മുതൽ മാധ്യമപ്രവർത്തകർ ഇത് പഠിക്കാൻ തുടങ്ങി. ഇത് റിപ്പോർട്ടുമായി പുറത്തേക്ക് വരാൻ സുജയ് കത്തിക്കായിരുന്നു. പുറത്തു വന്നു, ആദ്യത്തെ ലൈൻ മുതൽ ഇവർ വരിക്കുക. മാധ്യമപ്രവർത്തകരെക്കാൾ ഇത് ആവേശത്തിൽ വായിക്കേണ്ടുന്ന ആരാ? സിനിമാക്കാരല്ല. ഈ സിനിമാക്കാരുടെ അപ്പോസ്തലന്മാരായിട്ടിരിക്കുന്ന ഈ സംഘടനയുടെ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന സിദ്ദിഖിനെ പോലുള്ള ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരാ. ഞങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. ഷോ എന്ന് പറയുന്നത് അമ്മായിയമ്മ നയം തന്നെയാണ്, അമ്മ നയമല്ല. അപ്പൊ കാത്തിരിക്കാം.